കടങ്ങൾ തീർന്നു കിട്ടാനുള്ള 3 പ്രാർത്ഥനകൾ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. കൊടിയ കടങ്ങളുള്ള എത്ര ആളുകളാണ് ദിവസവും ഉസ്താദെ കടങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പരാതി പറയുന്നവർ, സങ്കടം പറയുന്നവർ. പല ആളുകൾക്കും പല പരിഹാരങ്ങളും ചെയ്തു കൊടുത്ത് ഒരുപാട് ആളുകൾ ഉസ്താദെ അതിന് ഫലം കണ്ടിട്ടുണ്ട്, കടം വീടിയിട്ടുണ്ട് എന്ന് വിളിച്ച് സന്തോഷം പറയുമ്പോൾ കേൾക്കാൻ വലിയ റാഹത്താണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. കുറച്ച് നാളത് പതിവാക്കി ഞാൻ എൻ്റെ കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടിയെന്ന്. എൻ്റെ കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടി. നോക്ക് നിങ്ങൾ, അള്ളാഹു എല്ലാവരുടെയും പരിഹാരം ചെയ്തു കൊടുത്ത മുഴുവൻ മുഅ്മിനീങ്ങളുടെയും സകല കടങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ 3 കടങ്ങൾ തീരാനും ജീവിത പ്രയാസങ്ങൾ മാറാനും സാമ്പത്തികമായി മെച്ചമുണ്ടാകാനും പറ്റിയ 3 ദുആകൾ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം. എത്ര വലിയ സാമ്പത്തിക പ്രയാസത്തിൽ കഴിയുന്നവരാണെങ്കിലും പ്രതിസന്ധികളിൽ മുങ്ങിത്താഴുന്നവരാണെങ്കിലും ശരി, ഈ ഒരു ദുആ ഇൻഷാ അല്ലാഹ് ഒന്ന് പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ മുമ്പിലും കൈനീട്ടാത്ത രൂപത്തിൽ, ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടാത്ത അവസ്ഥയിൽ ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള വഴികൾ ഇൻഷാ അല്ലാഹ് തുറന്നു തരും. അല്ലാഹു നമ്മുടെ സാമ്പത്തികമായ സകല മേഖലകളും ഉന്നതിയിൽ എത്തിച്ചേരുമാറാകട്ടെ. മുഴുവനും കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു അത്തരത്തിൽ റാഹത്തും സന്തോഷവും ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ, പല ആളുകളും ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഇപ്പോൾ ഈ അടുത്തും ഞാൻ ഈ സംസാരം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പടക്കം പല ആളുകളും വിളിച്ചിട്ട് ഉസ്താദെ സങ്കടങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അധികവും പറഞ്ഞത് കടബാധ്യതയാണ്. കടബാധ്യതയുടെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്തത്ര സങ്കടങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വീണ്ടും അതിനെപ്പറ്റി പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സകല കടങ്ങളും തീർത്തു തരുമാറാകട്ടെ. പലർക്കും വ്യത്യസ്തങ്ങളായ കടങ്ങളാണ്. ജോലി സംബന്ധമായ വിഷയത്തിലുള്ള കടം വന്നവർ, മക്കളെ കല്യാണവുമായി ബന്ധപ്പെട്ട് കടം വന്നവർ, വീടുപണിയുമായി ബന്ധപ്പെട്ട് കടം വന്നവർ, തുടങ്ങിയിട്ട് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞുപോയി കടം വന്ന ആളുകൾ, ഇത്തരത്തിൽ പല ആവശ്യം, പിന്നെ രോഗം വന്ന് ഹോസ്പിറ്റൽ ചിലവുകളായിട്ട് അങ്ങനെ കടം വന്ന ആളുകൾ. അള്ളാഹു എല്ലാ കടങ്ങളും തീർത്തു തരുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും നിങ്ങളുടെ കടങ്ങളുണ്ടാകുക. ഇതല്ലാത്ത കടങ്ങളുള്ളവരുണ്ട്. ആരെങ്കിലും തട്ടിച്ചു കൊണ്ടുപോയി പറ്റിച്ചു കൊണ്ടുപോയി കടം വന്ന ആളുകൾ പലരും പരാതി പറഞ്ഞവരുണ്ട്. പൈസ കിട്ടാനുള്ളത് കിട്ടാതെ കടക്കാരായ അങ്ങനെ പരാതി പറഞ്ഞ ആളുകളുണ്ട്. സ്വർണം വാങ്ങി പണയം വെച്ചിട്ട് തിരിച്ചെടുത്തു കൊടുക്കുന്നില്ല എന്ന്, ഗോൾഡ് വാങ്ങി വെച്ചിട്ട് എടുത്തു കൊടുക്കുന്നത്, ഇങ്ങനെ പരാതി പറഞ്ഞ ആളുകൾ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ. അള്ളാഹു എല്ലാ കടങ്ങളും തീർത്തു തരുമാറാകട്ടെ. എന്താണ് പരിഹാര മാർഗം? പല ആളുകൾ വിളിക്കുന്നവരൊക്കെ ഇതെന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. പല ആളുകൾക്കും കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകുമാറാകട്ടെ. വിളിക്കുന്ന ആളുകൾക്ക് അവർക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമ്പോൾ നമ്മൾ എല്ലാ കടങ്ങളും തീർത്തു തരുമാറട്ടെ. 3 ദുആ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. 3 ദുആ, ഇത് എൻ്റെ വകയായിട്ട് പറയല്ല, ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ 3 ദുആയാണ്. അവിടുന്ന് പറഞ്ഞതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് സ്വഹാബത്ത് ഈ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ കടം വീടാൻ ഉദ്ദേശിച്ചുകൊണ്ട്, അവരുടെ കടം, ജീവിതത്തിൽ വന്നുപോയ കടങ്ങൾ വീടിക്കിട്ടണം എന്ന നിയ്യത്തോടു കൂടിയിട്ട് اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ ഒരു ദുആ അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു. മിനൽ ഹമ്മി വൽ ഹസൻ, ഖേദത്തിൽ നിന്നും മനപ്രയാസത്തിൽ നിന്നും ടെൻഷനിൽ നിന്നെല്ലാം ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അശക്തിയെ തൊട്ടും മടിയെ തൊട്ടും ഞാനിതാ നിന്നോട് കാവൽ തേടുന്നു റബ്ബേ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖിൽ, ഭീരുത്വത്തെ തൊട്ടും പിശുക്കിനെ തൊട്ടും ഞാനിതാ കാവൽ തേടുന്നു അല്ലാഹ്. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ, ജനങ്ങൾ അടിച്ചമർത്തുന്നതിനെ തൊട്ടും എല്ലാവരുടെ മുമ്പിൽ താഴ്ന്നവനായി പോകുന്നതിനെ തൊട്ടും കൊടിയ കടം പേറി വലയുന്നതിനെ തൊട്ടും ഞാനിതാ കാവൽ തേടുന്നു അല്ലാഹ്. ഈ ചോദ്യമാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്, അള്ളാഹിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദുആ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ, ഈ ഒരു ദുആ രാവിലെയും വൈകുന്നേരവും ചൊല്ലണം. രാവിലെയും ചൊല്ലണം, വൈകുന്നേരം ചൊല്ലണം. സുബ്ഹി നിസ്കാര ശേഷം, മഗ്രിബ് നിസ്കാര ശേഷമൊക്കെ മുടങ്ങാതെ ഈ ഒരു ദുആ ഒന്ന് ചൊല്ലി നോക്കി, പതിവാക്കി നോക്കി. 2 ദിവസം ചൊല്ലി ഉസ്താദേ കടം വീടുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലരും വിളിച്ചിട്ട് എന്നോട് അങ്ങനെ പറയലുണ്ട്. ഞാൻ അതുകൊണ്ട് പറഞ്ഞാൽ എന്തെങ്കിലും പരിഹാരം ചെയ്ത് കൊടുത്താലും ദുആ പറഞ്ഞു കൊടുത്താലും 2 ദിവസം ചെയ്യും, അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തിട്ട് പറയാം ഉസ്താദേ ഒരു മാറ്റവും ഇല്ല ഉസ്താദേ എന്ന്. അങ്ങനെയാണ് വേണ്ടത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുറഞ്ഞത് ഈ കട ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് വന്നതാവൂലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നാൾ കുറേ ആയിട്ടുണ്ടാവും.
അത് പെട്ടെന്ന് അങ്ങോട്ട് തീരണമെന്ന ആഗ്രഹം. അങ്ങനെയല്ല, നമുക്കിതിനുള്ളൊരു തുറസായ വഴി കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിക്കണം റബ്ബിനോട്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല കൽബോട്. ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. ദിക്ർ ചൊല്ലുക, ആത്മീയമായ ചികിത്സകളൊക്കെ അങ്ങനെയാണ്. കുറച്ച് സമയം ചിലപ്പോൾ എടുത്തു, ചിലപ്പോൾ പെട്ടെന്ന് ഒരു പരിഹാരം കിട്ടും. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, ഒരു രോഗം വന്നു, മരുന്ന് കഴിച്ചു, ഡോക്ടർ നല്ല വിദഗ്ധനായ ഡോക്ടർ മരുന്ന് എഴുതി തന്നു. ചില ആളുകൾക്ക് ആ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് പെട്ടെന്ന് ശിഫാവും. എന്നാൽ ചില ആളുകൾക്കോ ഇതെത്ര കഴിച്ചിട്ടും എന്താകുന്നില്ല, ശരിയാവുന്നില്ല, രോഗം മാറുന്നില്ല. രണ്ട് കാര്യം, ഡോക്ടറുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല. കൊടുത്ത മരുന്നിൻ്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല. രോഗിയുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല. പിന്നോ ഇതിനിടയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യുക, ഇത് കഴിക്കുന്നതിലുള്ള അല്ലെങ്കിൽ ആ കഴിക്കാൻ പറഞ്ഞ മെത്തേഡിൽ തെറ്റിപ്പോയതായിരിക്കാം. ചിലപ്പോൾ ഓതാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ചൊല്ലാൻ ദിക്ർ പറഞ്ഞിട്ടുണ്ടാവും. അത് തോന്നുന്ന പോലെ ചെല്ലുന്ന ആളുകളുണ്ട്, ചിലപ്പോൾ തോന്നുന്ന സമയത്ത് ചെല്ലുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ചൊല്ലുന്ന എന്താണെന്ന് പോലും ഒരു ബോധമില്ലാതെ ചെല്ലുന്ന ആളുകളുണ്ട്. അത്തരത്തിലൊക്കെ എന്ത് ചെയ്യുക, ഖുർആൻ ഓതാൻ പറഞ്ഞിട്ടുണ്ടാവും, തോന്നിയതുപോലെ ഖുർആൻ ഓതാ. അങ്ങനെയാണോ? അല്ല. മറിച്ച് അത് കൃത്യമായിട്ട് അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ട് തന്നെ ഫലം തരുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതല്ലേ. ഇത് നബി തങ്ങളുടെ ഹദീസാണ്. രാവിലെയും വൈകുന്നേരവും ആരെങ്കിലും ഈ ഒരു ദുആ പതിവാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കടങ്ങൾ കുന്നോളമുണ്ടെങ്കിലും അത് വീട്ടിൽ കിട്ടുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ കടങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. മറ്റൊരിടത്ത് കാണാം, മലയോളം ഉഹദ് പർവ്വതത്തോളം ആർക്കെങ്കിലും കടമുണ്ട് എങ്കിൽ, ഉഹദ് മലയോളം, ഉഹദ് മല എന്ന് വെച്ചാൽ അറേബ്യയിലെ വലിയൊരു പർവ്വതമാണ്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിതങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, നബിയെ ആ കാണുന്ന ഉഹദ് മല ഞാൻ സ്വർണ്ണമാക്കി തരാം, നബിതങ്ങൾ ഒരു എസ് പറഞ്ഞാൽ മതി. നബിതങ്ങൾ പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം അത് ഉഹദ് അത്ര വലിയ പർവ്വതമാണ്, നബിതങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള മലയാണ് എന്ന് നബിതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉഹദിനെ ഇഷ്ടപ്പെടുന്നു, ഉഹദ് എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന്. അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്യണം, ഉഹദ് മലയെ ഇഷ്ടപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. അപ്പം ആ ഉഹദ് പർവ്വതത്തോളം കടം ഒരാൾക്കുണ്ട്. അത്ര വലിപ്പമുള്ള കടം, പെരിയ കടമുണ്ട്, കോടിക്കണക്കിന് രൂപ കടമുണ്ട്. എന്നാൽ അത് വീടി കിട്ടാനുള്ള, പെട്ടെന്ന് പരിഹരിച്ച് കിട്ടാനുള്ള പരിഹാര മാർഗമായി നബി തങ്ങൾ പറയുന്ന ദുആ കേട്ടോളി. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ക്ഫിനി, അല്ലാഹുവേ എനിക്ക് നീ മതിയാക്കണം, ബി ഹലാലിക അൻ ഹറാമിക്, നീ എനിക്ക് ഹറാമാക്കിയ സംഗതിയെ തൊട്ട് എൻ്റെ ഹലാലായതുകൊണ്ട് എനിക്ക് നീ മതിയാക്കി തരണം. ഇല്ലേ, ഹറാമായി ലോട്ടറി എടുത്ത് അതിൽ ലോട്ടറി അടിച്ചിട്ട് എന്ത് ചെയ്ത് കടം വീടി, അതാണോ വേണ്ടത്? അങ്ങനല്ല. മറിച്ച് എന്ത് ചെയ്യുക, ഞാനിപ്പോൾ അധ്വാനിക്കുന്നുണ്ട്, എൻ്റെ ശരീരത്തിന് പറ്റുന്നത് പോലെ ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഹലാലായ വഴിയാണ്. ഞാൻ കഠിനാധ്വാനം ചെയ്ത്, നല്ല മാർഗത്തിലൂടെ കഠിനാധ്വാനം ചെയ്ത് എന്ത് ചെയ്യുക, അധ്വാനിക്കുന്ന ആ അധ്വാനത്തിലൂടെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് എൻ്റെ കടങ്ങൾ തീരാൻ എനിക്ക് നീ മതിയാക്കി തരണം. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, നീ അല്ലാത്ത സർവ്വതിനെ തൊട്ടും നിൻ്റെ ഔദാര്യം കൊണ്ട് നീ എനിക്ക് ഐശ്വര്യം നൽകണം. നീ അല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട, നിന്നെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്താൽ വേണ്ടി ഐശ്വര്യം കിട്ടിയാൽ മതി. ഈ ഒരു ദുആഇനെ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ നിസ്കാരശേഷം ചൊല്ലേണ്ട എപ്പോഴാണ്, എല്ലാ നിസ്കാരശേഷം 7 പ്രാവശ്യം ചൊല്ലുന്നത് ഏറ്റവും അഫ്ളലാണ് എന്ന് മഹാന്മാർ പറഞ്ഞിരുന്നു. എല്ലാ നിസ്കാരശേഷം എന്ത് ചെയ്യുക, ളുഹറിന് ശേഷം, അസറിനും മഗ്‌രിബ് ഇശാ ഒക്കെ ശേഷം എന്ത് ചെയ്യുക, 7 തവണ ഈ ഒരു ദുആ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ മലയോളം കടമുണ്ടെങ്കിലും അത് തീർന്നു കിട്ടും. മൂന്നാമത്തത് പറഞ്ഞുതരാം. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു പഠിച്ചൊരു ദുആ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരിക്കലും വന്ന് നബി തങ്ങളോട് ഒരു പരാതി പറയാം, നബിയെ എനിക്ക് വലിയ കടമുണ്ട് നബിയെ, ഒരുപാട് കടമുണ്ട് നബിയെ. വലിയ കടമെന്ന് വെച്ചാൽ മാനസികമായി വല്ലാതെ തളർന്നിരിക്കുക, പ്രയാസപ്പെട്ടിരിക്കുകയാണ്. വീട്ടാനുള്ള എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞു തരണം നബിയെ, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ. നബി പറയാ, മോനെ നീ പറയണം, ഞാൻ ഈ പറയുന്ന ദുആ നീ പറയണം, എപ്പോഴും എല്ലാ ദിവസവും നീ ചൊല്ലണം, പ്രഭാതത്തിലും പ്രദോഷത്തിലും, അതായത് രാവിലെയും വൈകുന്നേരവും ഈ ദുആഇനെ നീ പതിവാക്കണം. ഏതാ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ വഅഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുവേ കുഫറിനെ തൊട്ട് ഞാനിതാ കാവൽ തേടുന്നു അല്ലാ, ഫഖറിനെ തൊട്ട്, ദാരിദ്ര്യത്തെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ, ദാരിദ്ര്യം ഉണ്ടാകുന്നതിനെ തൊട്ട് കാവൽ തേടുന്നു. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിൻ്റെ അദാബിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു അല്ലാ, ലാ ഇലാഹ ഇല്ലാ അന്ത, ആരാധനയ്ക്കർഹൻ നീ അല്ലാതെ മറ്റൊരാളുമില്ല അല്ലാ. ഈ അർത്ഥം വരുന്ന ഈ ഒരു ദുആ രാവിലെയും വൈകുന്നേരവും പതിവാക്കണേ മോനെ എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. കുറച്ച് നാളത് പതിവാക്കി ഞാൻ എൻ്റെ കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടിയെന്ന്, എൻ്റെ കടങ്ങൾ മുഴുവൻ തീർന്നു കിട്ടി. നോക്ക് നിങ്ങൾ,
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളും തീർത്തു തരട്ടെ. നമ്മളും ഈ ദുആകളൊക്കെ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കടങ്ങൾ മാറ്റി തരും ഇൻഷാ അല്ലാഹ്. മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തി തന്ന ഈ ഒരു 3 ദുആ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പതിവാക്കിക്കോളി. അള്ളാഹു നമ്മുടെ എല്ലാ കടങ്ങളും തീർത്തു തരുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരിലേക്കും ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവരുടെയും കടബാധ്യതയിൽ നിന്ന് മോചനം നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.